മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. താൽക്കാലിക പുനരധിവാസത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന വീടുകളുടെ വാടക തുക അടിയന്തരമായി നൽകാനും നിർദ്ദേശം നൽകി. കളക്ടറുടെ നിയന്ത്രണത്തിലുള്ള CMDRF അക്കൗണ്ടിൽ പണം ഇല്ലാതായതാണ് വാടക വൈകാൻ കാരണം എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിന് ചേർന്ന യോഗത്തിലാണ് ദുരന്തബാധിതരുടെ വാടക പ്രശ്നം ഉയർന്നു വന്നത്. മെയ് 1 നൽകേണ്ട വാടകയാണ് കുടിശ്ശികയായിരിക്കുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിൽ വീണ്ടും പണം കെട്ടിവെക്കാൻ കോടതി നിർദ്ദേശിച്ചനുസരിച്ച് 17.45 കോടി രൂപ കൈമാറിയിരുന്നു. വയനാട് കളക്ടറുടെ അക്കൗണ്ടിലുള്ള CMDRF തുകയിൽ നിന്നാണ് പണം നൽകിയത്. ഇതാണ് വാടക കുടിശ്ശിക വരാൻ കാരണമെന്ന് ജില്ലാ ഭരണകൂടം യോഗത്തെ അറിയിച്ചു. സ്ഥലം ഏറ്റെടുക്കാൻ ചെലവഴിച്ച തുക കളക്ടറുടെ അക്കൗണ്ടിലേക്ക് തിരികെ നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. CMDRFിൽ നിന്ന് 1 ലക്ഷം രൂപയ്ക്കുള്ളിൽ ചെലവഴിക്കാൻ മന്ത്രിസഭാ യോഗത്തിന് അനുമതി വേണം. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വിഷയത്തിന് അംഗീകാരം നൽകാമെന്നും പണം എത്രയും വേഗം കൈമാറാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ദുരന്തബാധിതർക്കായി കൽപ്പറ്റയിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണത്തിന് ഭരണ, സാങ്കേതിക, സാമ്പത്തിക അനുമതി നൽകുന്നതിനുള്ള സമയക്രമം നിശ്ചയിച്ചു നൽകി. മരങ്ങൾ മുറിച്ചുമാറ്റൽ, വൈദ്യുത വിതരണ സംവിധാനങ്ങളുടെ പുനഃക്രമീകരണം, CMDRFിനുള്ള സാമ്പത്തിക സഹായം, പുഴയുടെ ഒഴുക്ക് സുഗമമാക്കൽ തുടങ്ങിയ നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കാനും മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി K. രാജൻ, ധനമന്ത്രി KN ബാലഗോപാൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം.